ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്നിവിടെ ഒരു ഹോം ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കസിൻ്റെ വീടാണിത്. അപ്പോൾ നമുക്ക് അവർ വീട് നിർമ്മിച്ചിട്ടുള്ളത് 3300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അതുപോലെ അവർ ഫ്ലോർ ചെയ്തിട്ടുള്ളത് മാർബോണൈറ്റിലാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറും എല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. വുഡിലാണ് ഈ വാളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ഉള്ളത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് മാർബോണൈറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും നമുക്ക് സ്പേസ് ഉണ്ട് ഇരിക്കാൻ. നല്ലൊരു ഇതാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഡൈനിങ് ഹാളിലാണ്. ഇവിടെയാണ് മേശയും കസാലയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ വിൻഡോസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3-4 കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ TV ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വുഡിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ വർക്കൊക്കെ. ഇവിടെയാണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ വാഷ് ബേസിന് കാണാത്ത രൂപത്തിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിവിംഗ് റൂമിലേക്ക് ഇവിടെ സോഫകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടും എന്നാൽ മോഡേണും രീതിയിലുമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വിൻഡോസുകൾ ഇവിടെ ഉണ്ട്. ഡയറക്റ്റായിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കയറാനുള്ളൊരു വാതിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വുഡിൽ തീർത്തൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഡൈനിങ് ഹാളിൽ തന്നെയാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ സ്റ്റെയർകേസിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ മറ്റ് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട് കൊടുത്തിട്ട്. അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബെഡ്റൂമിൽ കയറിയാൽ നമുക്ക് ഒരു സീക്രട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അലമാരയാണെന്ന്, പക്ഷേ ഇത് ബാത്റൂമിലേക്കുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയറാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത്. ഇവിടുത്തെ കട്ടിലൊക്കെ ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തെടുത്തതാണ്. ഈ ബെഡും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തതാണ്. റൂമിൽ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല നല്ല രീതിയിലും ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ 2 ബെഡ്റൂമാണുള്ളത്. നമ്മൾ ആദ്യം കണ്ടത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ശരി, അതുപോലെ തന്നെയാണ് 3 വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല വാളിൽ മൊത്തമായിട്ടുള്ള വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ബാത്റൂം നമുക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് പോവാം. ഈ മുകളിലെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ള ലെപ്പോത്ര എന്നുള്ള ഒരു ഇതാണ്, ഗ്രാനൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ സിറ്റ് ഔട്ടിലും കണ്ടിട്ടുള്ള തിണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റെയർ കേസിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ വുഡിലാണ്. അപ്പോൾ നമുക്ക് മുകളിൽ പോവാം. ഇനി കൊടുത്തിട്ടുള്ളത് കർവായിട്ടാണ്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കുട്ടികൾക്ക് പഠിക്കാനൊരു സ്റ്റഡി ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ ഭംഗിക്ക് വേണ്ടി ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഡൈനിങ് ഹോൾക്ക് നല്ല വ്യൂ ആണുള്ളത്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൂടുതലും അങ്ങനത്തെ ലൈറ്റുകളാണുള്ളത്. സ്റ്റഡി ഏരിയ കണ്ടതിന് ശേഷം മുകളിലേക്കുള്ള ഹാളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇരുന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ആട്ടുകട്ടിൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ തന്നെ ഒരു ഷെൽഫുള്ള ഒരു മേശ കൊടുത്തിട്ടുണ്ട്. ഷോക്കേസിൽ കാണുന്ന ഈ കുപ്പിയിലൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടുത്തെ മക്കൾ ചെയ്തു വെച്ചതാണ്. ഇവിടെയും നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് സ്റ്റെയർ കേസ് കയറി വരുന്നിടത്ത് നല്ലൊരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ വിൻഡോയിലും ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ബെഡ്റൂമാണ് മൊത്തത്തിലുള്ളത്. അതിൽ മേലത്തെ 2 ബെഡ്റൂമുകളാണ് കാണുന്നത്. നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം നോക്കാം. നമ്മൾ ഈ ബെഡ്റൂമും താഴെയുള്ള ബെഡ്റൂം പോലെ തന്നെയാണ്, എല്ലാം ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമാണ് നമ്മൾ ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. മക്കളൊക്കെ ഇവിടുത്തെ ബെഡ്റൂമിലാണ്. ബെഡ്റൂമിലും മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തതുപോലെയാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഡോറിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വുഡിൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വാളിൽ. ബെഡ്റൂമിൻ്റെ അടുത്തായിട്ടൊരു വാതിലുണ്ട്. അത് പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള വാതിലാണ്. വാതിൽ അത് പുറത്തേക്കൊരു വാൽക്കണി ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു വാതിലാണിത്.
കിച്ചണാണ് കാണാനുള്ളത്. അവിടെ ഗ്ലാസിൻ്റെ വാതിലായ കാരണം ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇവിടെ ഒരേ ഒരു അടുക്കളാക്കിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു അടുക്കളയാണ്. ഡ്രോകളൊക്കെ മുകളിലൊക്കെ ഡ്രോകളാണ് ഉള്ളത്. ഇവിടെയൊക്കെ ഗ്ലാസിൻ്റെ ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പുകൾ ഇതൊക്കെ വെക്കാൻ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഡ്രോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു വലിയതാക്കിയിട്ടൊരു ഡ്രോ കൊടുത്തിട്ടുള്ളത്. ഇതിലാണ് സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഇതിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോർ റൂമിലേക്ക് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും ഒരേ സമയം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇടാനും ഒക്കെ. പുറത്തേക്കുള്ള വാതിലാണിത്. ഇവിടെ പുറത്തേക്കൊരു ഏരിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അടുക്കള മാത്രം വലിയതാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലുതാക്കി 3 വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചമാണ് അടുക്കളയിലേക്ക്. അപ്പോൾ അതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചം കിട്ടും. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വിൻഡോസുകൾ കൊടുത്തത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴെ തന്നെ ഡ്രോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ പ്ലേറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് വെച്ചിട്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് വീടിൻ്റെ ഗൃഹനാഥനെയും പരിചയപ്പെടാം. അവരുടെ ഫാമിലിയെയും പരിചയപ്പെടാം. ഇത് ഇല്യാസ് കടലായി, അവരുടെ വൈഫ് സുബൈദ ഒട്ടച്ചോല, അവരുടെ മക്കളാണ്. ഇവർക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ പേര് ഇല്യാസ് കടലായി, വെട്ടിച്ചിറയിലാണ് വീട്. എൻ്റെ പേര് സുബൈദ, എൻ്റെ വീട് വളവന്നൂരാണ്. കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ളത് വെട്ടിച്ചിറയ്ക്ക്. എൻ്റെ പേര് ജുലൈസി ഇലിയാസ്. ഞാൻ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ജിസ്ലി ഇലിയാസ്. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജിസ്ലി ഇലിയാസ്. ഞാൻ +2ലാണ് പഠിക്കുന്നത്. ഞാൻ ബിസിനസ്സാണ്, നാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യാണ്. വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. 1.5 വർഷം കഴിഞ്ഞ അവസാനം കഴിഞ്ഞിട്ട് വീട് എൻജിനീയറിങ് ചെയ്തത് സഹീദ് അലി ചക്കരത്തോടി പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. വെട്ടിച്ചിറ തന്നെയുള്ള എൻജിനീയറാണ്. ഇൻറ്റീരിയറൊക്കെ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് സതീഷ് പറയും. പുള്ളി ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. പുള്ളി നാട്ടിലുള്ള സമയത്ത് ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയോട് നമ്മളെ ആശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ അതിൻ്റെ പല ഭാഗങ്ങളും എൻ്റെ വൈഫ് ആണ് ഓരോന്ന് സെലക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പുള്ളിയെ വർക്ക് ചെയ്ത് കൊടുത്തു. മക്കളുടെ സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ മക്കളുടെ റൂം ഒക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ എൻ്റെ മൂത്ത മോള് ജുലൈസി ആയിക്കോട്ടെ, രണ്ടാമത്തെ മോള് ജുഫൈലി ആയിക്കോട്ടെ, മൂന്നാമത്തെ മോള് ജിസ്ലി ആയിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ
സജഷൻസ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളും എൻ്റെ വൈഫ് സെലക്ട് ചെയ്തിരുന്നു. കാരണം വൈഫ് ആണ് വീട്ടിലെപ്പോഴും വർക്ക് ചെയ്യിക്കാനുണ്ടാവുക. ഞാൻ ബിസിനസ് ആവശ്യത്തിന് പുറത്ത് പോകാറാണ്. അപ്പോൾ അവർ ഓരോരോ കണ്ടെത്തലുകൾ നടത്തി അത് അവരോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കിപ്പോൾ 1.5 വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. വീട് ഞങ്ങളിഷ്ടപ്പെട്ട പോലെ തന്നെ ആയിട്ടുണ്ട്. ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ എൻ്റെ വൈഫ് പറയും. ഇവരാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സുബൈദയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. മക്കളുണ്ട്, അവരും നന്നായിട്ട് ഇവര് 4 ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. കാരണം എന്നെ അതിന് കിട്ടാറില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുതരും. വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പിന്നെ ഞാൻ തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് ആരെയും വിളിക്കാറില്ല. പിന്നെ ഞാനും മക്കളുണ്ടാകുമ്പോൾ മക്കൾക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എന്നെ അവരും സഹായിക്കാറുണ്ട്. വീട് അടിച്ചുകൂടെ തുറക്കുക, അങ്ങനത്തെ ക്ലീനിങ്ങിലൊക്കെ അവരും എന്നെ സഹായിക്കാറുണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോക്ക്. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാടൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കും. അല്ലാതെ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ, അല്ലാതെ ഡെയിലി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ച വീടാണ് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത സതീഷ് ആവട്ടെ, പിന്നെ എഞ്ചിനീയർ ചെയ്താവട്ടെ, എല്ലാവരും ഞങ്ങളെ ഇതിനനുസരിച്ചാണ് ഞങ്ങൾക്ക് അത് ചെയ്ത് തന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടായിരിക്കുന്നു. പിന്നെ മക്കള് പിന്നെ ഷോക്കേസിലൊക്കെ വെക്കാനുള്ള ബോട്ടിലുകളൊക്കെ വർക്ക്, അതിൻ്റെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ മക്കൾ 3 പേരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അവർ നന്നായിട്ട് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യും. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വരക്കും. ബോട്ടിലൊക്കെ അവരാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇലിയാസ് കാക്ക നല്ല പാട്ട് പാടുന്ന ഒരാളാണ്, നല്ലൊരു ഗായകനാണ്. അപ്പോൾ നമുക്ക് 2 വരി പാട്ടൊന്ന് പാടി നോക്കിയാലോ? സ്വയം മറന്നുവോ പ്രിയങ്കരങ്ങളെ, നിറങ്ങൾ പാടുമീ നിറഞ്ഞ വേളയിൽ, അകലേതോ നീർച്ചോലയിൽ കാലം നീരാടിയോ, സ്വയം മറന്നുവോ പ്രിയങ്കരങ്ങളെ, നിറങ്ങൾ പാടുമീ നിറഞ്ഞ വേളയിൽ. ഇതിൻ്റെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു സ്ഥലവും വേസ്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഒക്കെ നല്ല യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിനീയർ ഇവരുടെ താല്പര്യം അനുസരിച്ചാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഒരു സ്ഥലവും വേസ്റ്റായിട്ട് കിടക്കണില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.